ഇന്ത്യയുടെ നേവൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വിശാഖപട്ടണത്തിലെ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന മ്യൂസിയങ്ങളിലേക്ക് സ്വാഗതം. വിശാഖപട്ടണത്തെ ചരിത്രപരമായും വിനോദസഞ്ചാരപരമായും വളരെ പ്രശസ്തമാക്കുന്ന മ്യൂസിയങ്ങളാണ് കുറുസുര സബ്മറൈൻ മ്യൂസിയം, TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയം, വിസാഖ മ്യൂസിയം, സി ഹരിയലി മ്യൂസിയം. നമ്മൾ സാധാരണ സബ്മറൈനുകൾ സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിനുള്ളിൽ നാവികർ എങ്ങനെ ജീവിച്ചു, എവിടെ ഉറങ്ങി, എന്ത് കഴിച്ചു എന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന അപൂർവ അവസരമാണ് ഈ കുറുസുര സബ്മറൈൻ മ്യൂസിയത്തിലുള്ളത്. സബ്മറൈൻ്റെ കൺട്രോൾ റൂം, പെരിസ്കോപ്പ്, ടോർപിഡോ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് കടലിൻ്റെ അടിയിലെ ശത്രുക്കളെ കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ഈ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്തിനുള്ളിലെ കോക്ക്പിറ്റ്, പൈലറ്റുമാരുടെ സീറ്റുകൾ, ബ്ലാക്ക് ബോക്സ്, ഉപയോഗിച്ച ആയുധങ്ങൾ എന്നിവയെല്ലാം ഇതിനുള്ളിൽ നമുക്ക് കാണാം. കലിംഗ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം മുതലുള്ള വിശാഖപട്ടണത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന അപൂർവ പുരാവസ്തുക്കൾ ഇവിടെയുണ്ട്. പഴയകാല ആയുധങ്ങൾ, രാജാക്കന്മാർ ഉപയോഗിച്ച കവചങ്ങൾ, കല്ലുകളിൽ കൊത്തിയ ശില്പങ്ങൾ, സ്വാതന്ത്ര്യ സമരകാലത്തെ ചിത്രങ്ങൾ എന്നിവ ഈ വിസാഖ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിരാട് എന്നിവയിൽ നിന്ന് പറന്നുയരുന്ന വിമാനമാണിത്. നാവികസേനയുടെ വ്യോമവിഭാഗത്തിൻ്റെ കരുത്ത് എന്തായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒന്നാണ് സി ഹരിയലി മ്യൂസിയത്തിലുള്ളത്. നമ്മൾ ഇന്ന് കണ്ടത് വെറും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഭാരതീയ നാവികസേനയുടെ മാസ്മരിക കരുത്തും നമ്മൾ അഭിമാനത്തോടെ കാണേണ്ട ചരിത്രവുമാണ്. കടലിൻ്റെ ആഴങ്ങളിൽ സൂര്യപ്രകാശം പോലും കാണാതെ മാസങ്ങളോളം രാജ്യത്തിന് കാവൽ നിന്ന് INS കുറുസുര സബ്മറൈൻ. ആകാശത്തുനിന്ന് കടലിലെ ശത്രുക്കളെ കൺചിമ്മുന്ന സമയത്തിനുള്ളിൽ കണ്ടെത്തിയിരുന്ന TU-142 എന്ന ഭീമൻ എയർക്രാഫ്റ്റ്. നിൽക്കുന്ന നിൽപ്പിൽ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന സി ഹരിയർ ഫൈറ്റർ ജെറ്റ്. ഒപ്പം വിശാഖപട്ടണത്തിൻ്റെ പണ്ടത്തെ പ്രൗഢി വിളിച്ചോതുന്ന ഡിസൈൻ മ്യൂസിയവും. സത്യത്തിൽ ഒരു ദിവസം കൊണ്ട് റോഡ് മുറിച്ചു കടന്ന് കടലിലെയും ആകാശത്തിലെയും കരയിലെയും ചരിത്രങ്ങൾ ഇത്രയും അടുത്തറിയാൻ പറ്റിയ മറ്റൊരു നഗരം ഇന്ത്യയിൽ വേറെയുണ്ടോ എന്ന് സംശയമാണ്. ചുരുക്കത്തിൽ വിശാഖപട്ടണം എന്നത് കേവലം കടൽ തീര കാഴ്ചകൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും അതിർത്തി കാക്കുന്ന സൈനികരുടെ ത്യാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം കൂടിയാണ്. ഈ മ്യൂസിയങ്ങളിലൂടെ നടക്കുമ്പോൾ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ മനസ്സ് അഭിമാനം കൊണ്ട് നിറയും. തീർച്ച. കടലിനടിയിലും ആകാശത്തും ഭാരതത്തിൻ്റെ കാവലാളായിരുന്ന ആ അന്തർവാഹിനിയും പോർ വിമാനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്താണ്. വിശാഖപട്ടണം എന്നത് കേവലം ബീച്ചുകളുടെ നഗരം മാത്രമല്ല, രാജ്യത്തിൻ്റെ സമുദ്ര സുരക്ഷയുടെയും ചരിത്രം പേറുന്ന ഒരു നഗരം കൂടിയാണ്. INS കുറുസുരയും TU-142 വിമാനവുമെല്ലാം നമ്മുടെ സൈനികരുടെ ത്യാഗത്തിൻ്റെയും വീര്യത്തിൻ്റെയും ജീവിക്കുന്ന പ്രതീകങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.